കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകി CPM. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPMന്റെ ഏരിയ സമ്മേളനം. വഞ്ചിയൂരിലെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സമ്മേളനത്തിന് സംരക്ഷണമൊരുക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും റോഡ് കയ്യേറിയാണ് CPM നടപടി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരടുത്ത് പറയാനാ? ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ബുദ്ധിമുട്ടാതെ ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും ആവശ്യമില്ലാതെ റോഡ് ക്ലോസ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. ഏത് ഭാഗത്തുനിന്നും ഉണ്ടായാലും ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും വണ്ടി ഇത് വൺ വേ ആണ്. ഇപ്പോൾ 2 വേ ആക്കി എന്തോ പാർട്ടി പരിപാടിക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നവർ. അറിയാൻ പറ്റില്ല വെച്ച് നമുക്ക് വണ്ടി ഇപ്പോഴേ ബ്ലോക്കാണ്. ഇനി കുറേ നല്ല ബ്ലോക്കാവും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. രശ്മി, വഞ്ചിയൂരിൽ പാർട്ടി കോടതിയോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. പാർട്ടിയുടെ ഏരിയ സമ്മേളനം, പാളയം ഏരിയ സമ്മേളനമാണ് നടക്കുന്നത്. 3-4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് വേണ്ടി ഈ വേദി ഒരുക്കിയിരിക്കുന്നത് റോഡിന്റെ ഒത്ത നടുവിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ ത്രിവേണി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡെന്ന് പറയുന്നത്. ആ റോഡിന്റെ നടുവിലാണ് ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ ഒരു വേദി കെട്ടിപ്പൊക്കുന്നത്. ഇന്ന് വൈകുന്നേരത്താണ് സമ്മേളനം നടക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം 7 മണിയോടുകൂടി നാടകം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം അവതരിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. ഇത് എവിടെ വേണമെങ്കിലും ഈ പരിപാടി അവതരിപ്പിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ സാധാരണക്കാരെ, യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് നടു റോഡിൽ ഇത്തരത്തിൽ ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിനെതിരെ വ്യാപകമായി വിമർശനമാണ് ഉയരുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് തിരുവനന്തപുരത്ത്. അതായത് നിങ്ങൾ എന്നെ പെരുവഴിയിലാക്കിയിട്ട് വേണോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കളിക്കാനെന്ന് പൊതുജനം ചോദിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എവിടെ വേണമെങ്കിലും നാടകം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഒക്കെ സംഘടിപ്പിക്കാം. അതിലൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതും നമുക്ക് ആ റോഡിന്റെ പ്രത്യേകത അറിയാം. അത് കോടതി, ജില്ലാ കോടതിയുടെ മുന്നിലാണ്, പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും അത് തള്ളിക്കൊണ്ട് പൂർണ്ണമായ നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയിലാണ് ഈ വേദി ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് ഈ 2 വശത്തേക്കുള്ള റോഡ്, ആ റോഡിന്റെ ഒരു ഭാഗം അത് പൂർണ്ണമായും അടച്ചിട്ട് അതിന് 2 വശത്തും പോലീസുകാരൊക്കെ നിന്ന് ഈ ഒരു സ്റ്റേജ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഹൈക്കോടതിയുടെ ലംഘനം, നിയമലംഘനമാണ് നടക്കുന്നത്. മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മുന്നിലാണ്. അതിലും എടുത്തു പറയേണ്ട കാര്യം ഈ രാവിലെ 10 മണി സമയത്തും അതോടൊപ്പം തന്നെ വൈകുന്നേരം 4 മണി 5 മണി സമയത്തും സാധാരണ തന്നെ നമ്മൾ ദിനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കോടതിയുടെയും അതോടൊപ്പം തന്നെ ഓഫീസുകളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ, സ്കൂളൊക്കെ വിടുന്ന സമയമാണ് വൈകുന്നേരം 4 മണി. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ഗതാഗത കുരുക്കുണ്ടാകും. കാരണം 2 വശത്തുകൂടി പോകേണ്ട വാഹനങ്ങൾ അത് ഒറ്റ റോഡിൽ കൂടി കടത്തിവിടുകയാണ്. അതുകൊണ്ട് ഈ സമീപത്തൊക്കെ ചെറിയ ബൈക്കുകൾ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ പോലീസ് വളരെ പെട്ടെന്ന് ഓടി വന്ന് പറയുന്നുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഈ 2 വശത്തുകൂടിയുള്ള വാഹനങ്ങളും ഈ ഒറ്റ റോഡിൽ കൂടിയാണ്, വളരെ വീതി കുറഞ്ഞ ആ ഒരൊറ്റ റോഡിൽ കൂടിയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യരുതെന്നുള്ള നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ മൈക്കിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടുന്നതിനോ ഒന്നും തന്നെ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് CPMന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദി സാധാരണക്കാരെ, ആശുപത്രിയിലേക്ക് പോകുന്നവരെ, സ്കൂളിലേക്ക് പോകുന്നവരെ, ഓഫീസിലേക്ക് പോകുന്നവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിന്റെ ഒത്ത നടുക്ക് ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നത്. അതും ഈ 4 മണി 5 മണി സമയത്താണ് ഈ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല 7 മണി സമയം, അതും ഏറെ തിരക്കേറിയ സമയമാണ്. ഈ സമയത്താണ് നാടകം ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിൽ ജില്ലാ കോടതിയുടെ മുന്നിലാണ് ഇത്തരത്തിൽ സാധാരണക്കാരെയൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് CPMന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദി കെട്ടിപ്പൊക്കുന്നത്. കൃഷ്ണരാജ്. രശ്മി, അല്ലെങ്കിൽ തന്നെ ഒരു 3 മണിക്ക് ശേഷം സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ആ ഭാഗത്ത് വലിയ തിരക്കുണ്ട്, വാഹനങ്ങൾ വളരെ പതിയെയാണ് പോകുന്നത്. ഇതിപ്പോൾ സമ്മേളനത്തിന് വേണ്ടി ഒരു റോഡ് തന്നെ തടസ്സപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അടച്ചുപൂട്ടുമ്പോൾ വരാനിരിക്കുന്നത് എന്ത്?
അത് തന്നെയാണ് ഈ പോലീസ് ഉൾപ്പെടെ ഇത്തരത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നു. എല്ലാവർക്കും ഭയമാണ് എന്നുള്ളതാണ്. അവിടെ പലരോടും പ്രതികരണങ്ങൾ തേടുമ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. സമീപത്തൊക്കെ നിരവധി കടകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി വന്ന് പറയുന്നത് എന്താണ് ഈ കാണിക്കുന്നത്, നടു റോഡിലാണോ ഇത്തരത്തിൽ സമ്മേളന വേദികൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് കടക്കാരും അതോടൊപ്പം തന്നെ യാത്രക്കാരും ഒക്കെ ചോദിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകൾക്കും പ്രതികരിക്കാൻ ഭയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയാൽ എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക പൊതുജനത്തിനുണ്ട്. അപ്പോൾ തീരെ നിവർത്തികിട്ട ചില ആളുകളാണ്, ഓട്ടോക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ജനം ടിവിയോട് പ്രതികരിച്ചത്. ആരാണെങ്കിലും ഈ ഒരു വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് നടു റോഡിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നത്, അതും രാവിലെ 10 മണി സമയം 9 മണി സമയത്തൊക്കെ തന്നെ അവിടെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇനിയും വലിയ തിരക്കുള്ള മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. ഏതായാലും അതിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. വരും മണിക്കൂറുകളിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ലൈവ് ചെയ്യാൻ കഴിയും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് അതുവഴി വരുന്ന യാത്രക്കാർ നേരിടുന്നുണ്ട്. അതും തിരുവനന്തപുരത്തെ വഞ്ചിയൂർ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും ഒക്കെ പോകുന്ന കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ ത്രിവേണി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ കോടതിയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് CPM-ന്റെ ഏരിയ സമ്മേളനത്തിന് വേണ്ടി, അതും തിരുവനന്തപുരത്ത് നമുക്കറിയാം എത്രയോ ഹാളുകളുണ്ട്, പരിപാടി നാടകമാണെങ്കിലും സമ്മേളനമാണെങ്കിലും അവതരിപ്പിക്കാൻ നിരവധി വേദികളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ സമ്മേളനം നടത്തുന്നതിന് പകരം യാത്രക്കാരെ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായി പോകുന്നവരെ എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം. കൃഷ്ണരാജ്, ഈ പോലീസ് ന്യായീകരിക്കുകയാണ്. കാരണം സഖാക്കളുടെ ചൊൽപ്പടിയിൽ നിന്ന് ചെയ്തു കൊടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലാണ്. അവരെന്താണ് പറയുന്നത്? പോലീസ് എന്ത് പറയുന്നു? പോലീസ് വളരെ ഭയപ്പാടോടുകൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സംരക്ഷണവും പോലീസ് ഒരുക്കി നൽകുന്നു. അതായത് ഈ സ്റ്റേജ് വലിയൊരു സ്റ്റേജാണ്, റോഡിന്റെ ഒത്ത നടുക്ക് കെട്ടിപ്പൊക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതായത് 2 വശത്തേക്ക് പോകുന്ന വഴി, അതിൽ ഒരു വഴി പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് 2 സൈഡിലും പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് അവിടെ പോലീസിന്റെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ഈ സ്റ്റേജ് നിർമ്മാണമൊക്കെ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അതിന് പൂർണ്ണമായി സംരക്ഷണം ഒരുക്കുകയാണ്. പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത്തരത്തിലാണ്. നിയമങ്ങൾ പൂർണ്ണമായി ലംഘിക്കുന്നു. മൈക്കിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നതിനോ യാതൊരു അനുമതിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത്. CPM ആണ്, പാർട്ടിയാണ്, അതുകൊണ്ട് എന്തുമാകാം എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസും അത്തരത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം, ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അതേപടി കേട്ടുകൊണ്ട് അതിനെല്ലാ തരത്തിലുള്ള സംരക്ഷണവും എല്ലാ സൗകര്യങ്ങളും അത് സ്റ്റേജ് പണിയുന്നവർക്കുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. മാത്രമല്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എത്തുന്നവരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി എല്ലാ സംരക്ഷണവുമാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകുകയാണ് CPM. ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM-ന്റെ ഏരിയ സമ്മേളനം പൊടിപൊടിക്കുന്നു. വൈകിട്ട് റോഡ് തടസ്സപ്പെടുത്തി റോഡിന്റെ നടുവിൽ ഉള്ള വേദിയിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും അരങ്ങേറും. നിങ്ങൾ എന്നെ പെരുവഴിയിലാക്കിയിട്ട് വേണോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനവും ഒക്കെ നടത്താനെന്ന് പൊതുജനം ചോദിക്കുന്നുണ്ട്. വഞ്ചിയൂരിലെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. സമ്മേളനത്തിന് സംരക്ഷണമൊരുക്കുകയാണ് പോലീസ് എന്ന കാര്യവും എടുത്തു പറയണം. അതിലേറെ ശ്രദ്ധേയമായ കാര്യം, തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും റോഡ് കയ്യേറിയാണ് CPM-ന്റെ സ്റ്റേജ് കെട്ടൽ എന്ന കാര്യം കൂടി എടുത്തു പറയണം. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.